ശ്രീരാമനാമാമൃതത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. രാമായണം രാമൻ്റെ അയനമാണ് എന്ന് നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞു. രാമൻ്റെ സഞ്ചാരം, രാമനിലൂടെയുള്ള സഞ്ചാരമാണ് രാമായണം. ഇവിടെ ജീവിതത്തിലൂടെയുള്ളൊരു സഞ്ചാരമാണ് രാമായണം നമ്മളെ സൂചിപ്പിക്കുന്നത്. ആരണ്യകാണ്ഡത്തിലെ പ്രസക്തമായിരിക്കുന്ന ഒരു ഭാഗമാണ് ശബരി മാതാവിൻ്റെ ശബരി ആശ്രമത്തിലേക്കുള്ള പ്രവേശനവും ശബരിയെ അനുഗ്രഹിക്കുന്നത്. ഭക്തി എന്താണെന്ന് ഇവിടെ കാണിച്ചു തരിക. നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തിയെക്കുറിച്ച് ഇവിടെ നിന്നാണ്, ഈ ഭാഗത്തു നിന്നാണ് പഠിക്കേണ്ടത്. എന്നോട് ചൊന്നാരവരേതുമേ ഖേദിയാതെ തന്നെയേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻ പുരുഷൻ പരമാത്മാവന്നവതരിച്ചതു രാക്ഷസപദാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും അവിടേക്ക് രാഘവനെന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ച് ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയായുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കടലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാതെയാനിതേ. രാഘവൻ അതു കേട്ടു ശബരിയോട് ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ ഭക്തി. ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗാദ്യകല കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തിയൊഴിഞ്ഞ് ഒന്നുകൊണ്ടൊരു നാളും. ഭക്തിസാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ. കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപൻ രണ്ടാം സാധനം മൂന്നാമതും. മൽഗുണേരണം പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം. മൽക്കലാജാതാചാര്യ ഉപാസനം അഞ്ചാമതും. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നതുള്ളതാറാമതും. മന്ത്രോപാസകത്വം ഏഴാമത്. എട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സർവദാ മൽഭക്തന്മാരിൽ പാരമാസ്തക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യവും ഭവിക്കുകയും സർവലോകാത്മാഞാനെന്നെപ്പോഴും ഉറക്കുകയും മത്തത്വവിചാരം കേളൊമ്പതാമതും. ഭദ്രേ ചിത്തശുദ്ധിക്ക് മൂലം ആദിസാധനം നൂനം. ഉക്തമായതു ഭക്തിസാധനം നവവിധമുത്തമേ ഭക്തി. നിത്യമാർക്കുള്ളു വിചാരിച്ച ഭക്തി എന്ന് പറയുന്നത് എന്തെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നതും പൂജ ചെയ്യുന്നതും മണിയടിക്കുന്നതും ഭസ്മം തേക്കുന്നതും ഒന്നുമല്ല. ഭക്തി എന്ന് പറയുന്നത് ഭഗവാനും ഭക്തനുമായി കൂടിച്ചേർന്നൊന്നാകുന്ന അവസ്ഥയാണ്. നമ്മളുടെ പലരുടെയും വിചാരം ഈശ്വരൻ എന്ന് പറയുന്നത് ക്ഷേത്രത്തിലിരിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ 4 ചുവരിലുള്ള വിഗ്രഹത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ പ്രാകൃത ഭക്തനാണ്. വിഗ്രഹത്തിൽ മാത്രം ദൈവത്തെ കാണുകയും പള്ളിയിലായിക്കോട്ടെ മോസ്കിലായിക്കോട്ടെ ക്ഷേത്രത്തിലായിക്കോട്ടെ വിഗ്രഹത്തിൽ മാത്രമാണ് ദൈവം ഇരിക്കുന്നത്. ആ തൊട്ടുമുമ്പിൽ കാണുന്ന മനുഷ്യനാകുന്ന ദൈവത്തെ കാണാതെ നമുക്കറിയാം
ആ മനുഷ്യനിലാണ് ദൈവം കുടികൊള്ളുന്നത് എന്ന് ഇവിടെ എല്ലാം തത്വമസി, അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോൾ ഈശ്വരൻ വിഗ്രഹങ്ങളിലല്ല ഇരിക്കുന്നത്. ഈശ്വരനെ സർവപ്രപഞ്ചങ്ങളിലും കണ്ടുകൊണ്ട് ഈശ്വരനും താനും ഒന്നാണ് എന്ന ഭാവത്തിലെത്തിച്ചേരുന്നതിൻ്റെ പേരാണ് ഭക്തി. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഭക്തന്മാരെയാണ്. ഈശ്വരവിശ്വാസമുള്ളവനെ ഭക്തിയുടെ പേരിൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥയാണ് ഇന്ന് സാർവലൗകികമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പണ്ട് അതിന് നടക്കുകയില്ല. നവവിധമായ ഭക്തികളുണ്ട്. എന്താ? ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 തരം ഭക്തിയാണ്. ശ്രവണം കേൾക്കുക, കീർത്തനം കീർത്തിക്കുക, ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം സ്മരിക്കുക, അർച്ചനം അർച്ചിക്കുക, വന്ദിക്കുക, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അങ്ങനെ 9 തരത്തിലാണ് ഭക്തിയുള്ളത്. ശ്രവണമെന്ന് പറയുന്നത് നിരന്തരമായി ഈശ്വര കാര്യങ്ങളെക്കുറിച്ച് ശ്രവിക്കുക. കീർത്തനമെന്ന് പറയുന്നത് നാവ് കൊണ്ട് നമുക്ക് കീർത്തിക്കാനാണ് നമ്മുടെ നാവ് തന്നിരിക്കുന്നത്. വിഷ്ണു സ്മരണം, സ്മരിക്കുക, ഹൃദയത്തിൽ സ്മരിക്കുക. അമ്പലത്തിൽ പോയി നിന്ന് 2 കൈയെടുത്ത് തൊഴുമ്പോഴും നമ്മുടെ ശ്രദ്ധ പുറത്തേക്കാണെങ്കിൽ, മറ്റ് കാര്യങ്ങളിലേക്കാണെങ്കിൽ അവിടെ സ്മരണയില്ല. അവിടെ ഈശ്വരനെ അല്ല സ്മരിക്കുന്നത്. ആരാധനാലയത്തിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ തോന്നുന്ന, ആരാധനാലയത്തിൽ ദൈവമില്ല എന്നല്ല, ആരാധനാലയത്തിൽ ഉള്ള ആ പ്രതീകത്തെ, വിഗ്രഹത്തെ കാണുമ്പോൾ ആ ദൈവത്തിൻ്റെ ചിന്ത നമ്മളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. ക്ഷേത്രം ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ക്ഷേത്രമെന്ന് പറയുന്നത് ആരാധനകൾക്ക് വേണ്ടിയിട്ടാണ്, മറ്റൊന്നിനും വേണ്ടിയല്ല. പ്രാർത്ഥിക്കുവാനും അവിടെ പോയി ശാന്തമായി ഇരുന്ന് ഈശ്വരനുമായി താതാത്മ്യം പ്രാപിക്കാനുള്ള ഇടമാണ് ക്ഷേത്രം. എന്നാൽ ഇന്ന് ക്ഷേത്രങ്ങളിലാണ് നേരെ ഭക്തിക്ക് വിപരീതമായ പല കാര്യങ്ങളിലും ആരാധനാലയങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രമെന്ന പദത്തിൻ്റെ അർത്ഥം നാശമില്ലാത്തത് എന്നാണ്. അപ്പം അവിടെ ആരാധനയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ക്ഷേത്രം. ശ്രവണം, സ്മരണം, സ്മരിക്കുക, ഈശ്വര സ്മരണ. അത് വീട്ടിലിരുന്ന് സ്മരിക്കാം, നടന്നു പോകുമ്പോഴും 24 മണിക്കൂർ സ്മരിക്കാം. അപ്പോൾ ശ്രവണം കേൾക്കുക, കീർത്തനം കീർത്തിക്കുക, ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം, പാദസേവനം, ഈശ്വരൻ്റെ ദാസനായി ഈശ്വര പാദങ്ങളെ സേവിക്കണം. ഇന്നത്തെ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ ഒരുപാട് പണമുള്ളവൻ്റെ പുറകിന് സേവിക്കാൻ പോകുന്നു, രാഷ്ട്രീയത്തിൽ വലിയ നേതൃത്വമുള്ളവരെ സേവിക്കാൻ പോകുന്നു, സമുദായത്തിൽ വലിയ ആൾക്കാരെ സ്നേഹിക്കാൻ പോകുന്നു, പണമുള്ളവരെ സേവിക്കാൻ പോകുന്നു. പക്ഷേ ഈ പോകുന്നവൻ എപ്പോഴെങ്കിലും അവനൊരു ദൈന്യനായി ഭവിച്ചാൽ, ദീനനായി ഭവിച്ചാൽ ഇവരാലൊക്കെ ഉപേക്ഷിക്കപ്പെടും. പക്ഷെ ദൈവത്തിൻ്റെ പാദത്തെ സേവിച്ചാൽ ഈശ്വരൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പം പാദസേവനം, പാദം സേവിക്കുകയാണെങ്കിൽ ആരെ സേവിക്കണം? ദൈവത്തിൻ്റെ പാദങ്ങൾ സേവിക്കണം. അർച്ചനം, അർച്ചിക്കുക. വന്ദനം, വന്ദിക്കാനുള്ള സംസ്കാരം. ഭാരതത്തിൽ ഏറ്റവും പരമപ്രധാനമായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരം തന്നെ കാണപ്പെടുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കുക. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാത്തിനെയും വന്ദിച്ച സംസ്കാരമാണ്. പുല്ലിനെയും പുഴുവിനെയും മരങ്ങളെയും നദിയെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചന്ദ്രനെയും സൂര്യനെയും മാനവനെയും ദാനവനെയും ഒക്കെ തന്നെ എല്ലാത്തിനെയും വന്ദിച്ചിട്ടുള്ള സംസ്കാരമാണ് ഭാരതത്തിൻ്റെ സംസ്കാരം, നിന്ദിച്ച സംസ്കാരമല്ല. ആധുനിക കാലഘട്ടത്തിൽ അച്ഛനെ നിന്ദിക്കുന്ന മക്കൾ, മാതാവിനെ നിന്ദിക്കുന്ന മക്കൾ, ഗുരുക്കന്മാരെ നിന്ദിക്കുന്ന ശിഷ്യർ, സാമാജികന്മാരെ അല്ലെങ്കിൽ ജനനായകന്മാരെ, ജനപ്രതിനിധികളെ, രാജാവിനെ ഒക്കെ നിന്ദിക്കാൻ, ഇന്നെല്ലാത്തിനെയും തിരസ്കരിക്കാൻ, നിന്ദിക്കാൻ ഉള്ള സംസ്കാരം. ഇത് ഭാരതത്തിൻ്റെ സംസ്കാരമല്ല. അപ്പോൾ വന്ദിക്കുക, എല്ലാത്തിനെയും വന്ദിക്കുക. ദൈവം കുടികൊള്ളുന്നത് ദേവാലയത്തിൽ മാത്രമല്ല, തൊട്ടു മുമ്പിൽ അടുത്തു നിൽപ്പോ ഒരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനെങ്കിൽ അതിലെന്താശ്ചര്യം. നീ എങ്ങോ ഇരിക്കുന്ന ഈശ്വരനെ കാണാത്തൊരു ഈശ്വരനെ തേടിപ്പോവുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യാവതാരമെടുത്ത ഈശ്വരനെ നീ കാണുന്നില്ലെങ്കിൽ നിൻ്റെ ഭക്തി കൊണ്ടൊരു പ്രയോജനവുമില്ല.
കാര്യം എന്താ? ദൈവം അവനവൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വന്ദിക്കുക, എല്ലാത്തിനെയും വന്ദിക്കുക, സമമായി കാണുക, ഉൾക്കൊള്ളുക. ഇവിടെ ഇങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ ഒരു മതദ്വേഷവും ഉണ്ടാകത്തില്ല. മതങ്ങളെല്ലാം ഈശ്വരനിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. ക്രിസ്തുമതമായാലും ഇസ്ലാം മതമായാലും ഹിന്ദു മതമായാലും എല്ലാം ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും വന്ദിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരമുണ്ടെങ്കിൽ അവിടെ സംഘർഷമില്ല. അതാണ് രാമായണം നൽകുന്ന സന്ദേശം. ദാസ്യമാകാം ആർക്ക്? ഭഗവാന്റെ. ശ്രീരാമദാസ ഹനുമാൻ എന്നാണ് പറയുന്നത്. ഹനുമാൻ ശ്രീരാമൻ്റെ ദാസനായിരുന്നു. ശ്രീരാമദാസ ഹനുമാൻ, ദാസ്യം. പിന്നെയോ ആത്മനിവേദനം, അവനവനെ തന്നെ സമർപ്പിക്കുക. നമ്മളെല്ലാവരും പോയി പാടാറുണ്ട്, വെണ്ണ തരാം കണ്ണ, എന്താ പറയണ്ടേ, പൊന്നു തരാം കണ്ണ എന്നൊക്കെ നമ്മൾ പാടാറുണ്ട്. പക്ഷെ ഭഗവാന് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഭൗതികമായ ദ്രവ്യങ്ങളെക്കാൾ ഈശ്വരന് വേണ്ടത് നമ്മളെയാണ്. മനമലർ കൊയ്തു മഹേശ്വര പൂജ ചെയ്തിടുന്ന മനുജന് മറ്റൊരു വേല ചെയ്തിട്ടുണ്ട്. മനസ്സാകുന്ന മലരിനെ പറിച്ച് ഈശ്വരൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ വലുത് ദൈവത്തിന് വേണ്ട. ഈശ്വരന് നമ്മളെയാണ്. അപ്പോൾ ആത്മസമർപ്പണം, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. ഇതിനാണ് ധനം പോലും സമർപ്പിക്കുന്നത്. ദൈവത്തിന് പണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കാം. ഇവിടെ എന്തിനാണ് ധനം സമർപ്പിക്കുന്നത്? മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്നത് സമ്പത്തിനോടാണ്. അപ്പം സമ്പത്ത് സമർപ്പിക്കുക എന്നതിലുള്ള തത്വം മനസ്സിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. ഈ സമ്പത്ത് സമർപ്പിക്കുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഭാവനയും ഭക്തിയും അവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ സമർപ്പിച്ച ഒരു വലിയ ഭക്തയെക്കുറിച്ചിട്ടാണ് രാമായണത്തിൽ ഈ ഭാഗത്ത് ശബരി മാതാവിനെ കുറിച്ച് പറയും. നമുക്കറിയാം, ശബരി മാതാവ് റൈബൽ ഗ്രൂപ്പിൻ്റെ ആളാണ്, ഗിരിവർഗക്കാരിയാണ്. ഇവിടെ രാമായണത്തെക്കുറിച്ചൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇന്ന് വ്യാഖ്യാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാമായണത്തിൽ എന്തോ ജാതി വിവേചനമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാത്തിനെയും, മാനവനെയും ദാനവനെയും വാനരനെയും രാക്ഷസനെയും ഒക്കെ ഒന്നായി കണ്ട സംസ്കാരം രാമായണത്തിൽ നിന്ന്, രാമൻ്റെ കാലഘട്ടത്തിൽ നിന്നാണ് ആരംഭിച്ചത്. അങ്ങനെ റൈബൽ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ശബരി മാതാവ്. ശബരി മാതാവ് മതംഗ മഹർഷിയുടെ ആശ്രമത്തിനരികിൽ ചെന്ന് പെടാൻ സാധിച്ചു. അങ്ങനെ മതംഗ മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് ചെന്ന് പെട്ടപ്പോൾ എന്താണ് അവിടെ രാവിലെ ഹോമാചാരങ്ങൾ നടക്കുന്നു, മണിയടിക്കുന്നു, പൂജകൾ നടക്കുന്നു, പ്രാർത്ഥനകൾ നടക്കുന്നു. അങ്ങനെ വൈദികമായ ശ്രേഷ്ഠ കർമ്മങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ശബരി മാതാവിന് ഭയങ്കര താല്പര്യം. ഓടിച്ചെന്നിങ്ങനെ നോക്കി നിൽക്കും, ദൂരെ നിന്ന്. അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയില്ല, മുനിമാരുടെ വാടമാണ്. അപ്പോൾ അങ്ങനെ നിരന്തരം ആ ജിജ്ഞാസയോട് വന്ന് അതിനുശേഷം എന്താണ്, ആ ആശ്രമത്തിലെ മുനിമാർ നടന്നു പോകുന്ന വഴിത്താരകളെല്ലാം തൂത്തുവാരി വൃത്തിയാക്കും. വെളുപ്പിനെ ആരും കാണാതെ പോയി. അതാണ് ബേണിംഗ് ഡിസയർ വേണം നമുക്ക്. ഈശ്വരനെ പ്രാപിക്കണമെങ്കിൽ അനന്തമായിരിക്കുന്ന ഒരു തീവ്രത ഉണ്ടാവണം. അങ്ങനെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കും. ഇങ്ങനെ നിരന്തരം ഓരോ കർമ്മങ്ങൾ ചെയ്ത് ഒരു ദിവസം മതംഗ മഹർഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മതംഗ മഹർഷി പറഞ്ഞു, നിനക്ക് അർഹതയുണ്ട്, ഇങ്ങനെ കടന്നു വരാം, നിനക്കിനി ഇവിടെ എല്ലാം വേണ്ട സേവനങ്ങൾ ചെയ്യാം. അങ്ങനെ ആശ്രമം വൃത്തിയാക്കുകയും വിളക്കുകൾ വൃത്തിയാക്കുകയും പൂക്കൾ പറിച്ചു കൊടുക്കുകയും ആ മതംഗ മഹർഷിയുടെ ആശ്രമത്തിലുള്ള മുനിമാർക്കെല്ലാം തന്നെ എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് മതംഗ മഹർഷിയുടെ മോക്ഷപ്രാപ്തി എത്തിയപ്പോൾ സമാധിസ്ഥമാകുന്ന അവസ്ഥയിൽ മതംഗ മഹർഷി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ശബരിയോട്, നീ ലോകത്തിലെ ഏറ്റവും ഭക്തിയുടെ ഉത്തമ മാതൃകയായി അറിയപ്പെടും. നിനക്ക് ശ്രീരാമദേവനെ ദർശിക്കാൻ, അവതാരമൂർത്തിയായ ശ്രീരാമദേവനെ ദർശിക്കാൻ നിനക്ക് സാധിക്കും. ആ രാമൻ്റെ കാലഘട്ടത്തിൽ നീ രാമനെ ദർശിച്ച് പുണ്യവതിയായി തീരും. അങ്ങനെ മതംഗ മഹർഷിയുടെ കാലഘട്ടവും കഴിഞ്ഞ് ആ ആശ്രമത്തിൽ തുടർന്ന് അവിടെ നിന്ന് യാത്രയായി വനത്തിൽ വന്ന് ശബര്യാശ്രമം കെട്ടി അവിടെ താമസിക്കുകയാണ്. ഓരോ സുപ്രഭാതത്തിൽ ഉണരുന്നത് രാമനെ ചിന്തിച്ചുകൊണ്ട്, ഉറങ്ങുന്നത് രാമനെ ചിന്തിച്ചുകൊണ്ട്, രാമൻ വന്നാൽ കൊടുക്കത്തക്ക രീതിയിലുള്ള വനപുഷ്പങ്ങളും ജലവും ഫലവർഗ്ഗങ്ങളും ഒക്കെ സംഘടിപ്പിച്ചു വച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് ഒരു ദിവസം രാമൻ വരുന്നു.
ആ രാമൻ വരുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെല്ലുകയാണ് ശബരി മാതാവ്. എങ്ങനെ പൂജിക്കണമെന്നറിയില്ല. പുഷ്പങ്ങൾ പറിച്ചെറിയുന്നു, കാലിലേക്ക് വെള്ളം ഒഴിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ട് തോന്നി. ഒടുവിൽ ഞാവൽപ്പഴങ്ങൾ ഭഗവാന് കൊടുക്കാൻ പറിച്ചു വെച്ചിരുന്നു. ഇലയുമാം ഇഭവുമാം ഭഗവാന് കൊടുക്കാൻ വെച്ചിരുന്ന ഈ ഞാവൽപ്പഴം എടുക്കും, അത് ശബരി ഭക്ഷിച്ചു നോക്കും. എന്നിട്ട് അടുത്ത ഒരെണ്ണം എടുക്കും, വീണ്ടും ഭക്ഷിച്ച് നോക്കും. എന്തിനാണ് നോക്കുക? അത് നോക്കിയപ്പോൾ വേണ്ടത്രയും മധുരമില്ല, വീണ്ടും താത്തു വെച്ചു. അപ്പോൾ ഇങ്ങനെ ഒരാൾ കഴിച്ചതിൻ്റെ ഉച്ഛിഷ്ടം ദൈവത്തിന് കൊടുക്കാനോ? എല്ലാവരും ചിന്തിക്കുന്ന അങ്ങനെ ആയിരിക്കും. ഒടുവിലൊരു ഞാവൽപ്പഴം എടുത്ത് ശബരി കഴിച്ചു നോക്കി. നല്ല മധുരം. ആ മധുരോദാരമായ ഞാവൽപ്പഴം നേരെ ശ്രീരാമചന്ദ്രനേക്ക് നീട്ടിയിട്ട്, എന്നാ രാമ, ഭഗവാനെ ഇത് കഴിച്ചോളൂ. 2 കൈ കൊണ്ടും ഭഗവാൻ അത് വാങ്ങി കഴിച്ചു. കാര്യം എന്താ? ശബരി മാതാവ് ആ ഞാവൽപ്പഴങ്ങൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ശബരി മാതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഭാവന, എൻ്റെ രാമൻ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും മധുരമുള്ള ഫലം വേണം കഴിക്കാൻ. അതാവണം ഭക്തിയുടെ ഉദാത്തമായ മാതൃക. ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഏറ്റവും ഉദാത്തമായിരിക്കണം, ഉത്തമമായിരിക്കണം. ആ ഫലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ ഭക്തയായ, ഒരു പാണ്ഡിത്യവുമില്ലാത്ത ഗിരിവർഗക്കാരിയായ ആ അമ്മയ്ക്ക് അനുഗ്രഹവും മോക്ഷവും കൊടുത്ത ചരിത്രമാണിവിടെ. നമ്മൾ ശബരിമല പോലും ആ ശബരി ദേവിയുടെ പേരിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. രാമായണത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ഭക്തിയുടെ ഉദാത്തമായ ഒരു പ്രതീകമായി കൽപ്പിക്കപ്പെടുന്ന ആളാണ് ശബരി മാതാവ്. ആ ശബരി ആശ്രമ പ്രവേശമാണ് നമുക്കിവിടെ ഈ അധ്യായത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. ശബരിക്ക് മുക്തി കൊടുത്തിരിക്കുന്നു. ഭഗവാൻ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ എന്തൊക്കെ ചെയ്യണോ ആ കർത്തവ്യ കർമ്മങ്ങളെല്ലാം ഏത് പ്രതിസന്ധിയിലും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ നയിക്കേണ്ടത് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമാണ്. എത്ര തന്നെ പ്രതിസന്ധികൾ നമ്മളിലേക്ക് വന്നിരുന്നാലും ശരി, ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ അല്പം പോലും വ്യതിചലിക്കാൻ പാടില്ല എന്നാണ് ഈ ഭാഗത്തിലൂടെ രാമായണം നമുക്ക് നൽകുന്ന സന്ദേശം. ഇപ്പം ഇവിടെ നവവിധ ഭക്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതല്ല, ഉപദേശം കൊടുക്കുകയാണ്. എന്താ? ഭക്തിയുടെ സാധനങ്ങൾ എന്തൊക്കെ? 9 തരത്തിലുള്ള ഭക്തിയുടെ സാധനങ്ങൾ എന്തൊക്കെയെന്ന് പറയുകയാണ്. സജ്ജന സംഘമാണ് ഏറ്റവും പ്രധാനമായി നമ്മളിൽ ഭക്തി ഉണ്ടാകാൻ വേണ്ടത്. നിത്യവും സജ്ജന സംസർഗവും ദുർജന വിയോഗവും വേണം. പ്രാകൃത ജനങ്ങളുമായി വിയോഗം വേണം. ഇപ്പം ഏത് കാര്യത്തിനും നല്ലതിന് പ്രേരിപ്പിക്കുന്നതും നമ്മളുടെ സഹവാസം ആണ്, ചീത്തയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. ഒരു ഭക്തനുമായി ചേർന്നാൽ ഭഗവാനെ ഭജിക്കാൻ പ്രേരിപ്പിക്കുമെങ്കിൽ ഒരധർമ്മിയുമായി ചേർന്നാൽ അവൻ ചിലപ്പം മോഷ്ടിക്കാനോ അല്ലെങ്കിൽ കൊല്ലാനോ പ്രേരിപ്പിക്കും. അപ്പോൾ ഇവിടെ സജ്ജന സംഘം വേണം, നല്ല ജനങ്ങളുമായിട്ടുള്ള സംസർഗം വേണം. അതാണ് നവവിധ ഭക്തിയിൽ ഭഗവാൻ ശബരി മാതാവിന് കൊടുക്കുന്ന 1ാമത്തെ ഉപദേശം. പിന്നീടോ കഥാലാപം, എൻ്റെ കീർത്തനങ്ങൾ, കഥാശ്രവണങ്ങൾ, കഥാപാരായണം. ഇതാണ് രാമായണം വായിക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്നത് രാമനെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പം എൻ്റെ കഥാപാരായണം, കഥയുടെ ആലാപനം. പിന്നെ ഗുണേരണം, എന്തൊക്കെയാണ് നമ്മളിതിൽ നിന്ന് പകർത്തേണ്ടത്? രാമൻ ലക്ഷ്മണനോട് കാണിച്ച സാഹോദര്യം, ലക്ഷ്മണൻ രാമനോട് കാണിച്ച സാഹോദര്യം, സീത തൻ്റെ പതിയായ രാമനോട് കാണിച്ച പാതിവൃത്യം, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ പുറപ്പെടുന്ന മകൻ മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന ആ ധാർമ്മികത, ഇതെല്ലാം ഗുണങ്ങളാണ്, ഈശ്വരൻ്റെ ഗുണങ്ങളാണ്. എതിരിടുന്നവരെ ഭയങ്കരമായ രീതിയിൽ അധർമ്മികളെ ശിക്ഷിച്ച ആ ഓരോ കാര്യങ്ങളും ഭഗവാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആ ഗുണങ്ങളിൽ ഗുണേരണം. നമ്മളിത് വായിക്കുന്നത് കൊണ്ട് കേവലം ഭക്തിയില്ലാതെ ഒരു അധര വ്യായാമം പോലെ വായിച്ചു പോവുകയും ഇതിൻ്റെ തത്വങ്ങൾ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്താൽ ആന കുളത്തിലിറങ്ങിയ പോലാണ്. ആന കുളത്തിലിറങ്ങി കുളിച്ചിട്ട് വരുമ്പോൾ നേരെ കരയ്ക്കോട്ട് കയറിയാൽ മണ്ണും ചെളിയെല്ലാം വരി മേത്തോട്ട് തന്നെ അടിക്കും. എന്തെങ്കിലും പ്രയോജനമുണ്ടോ ആ സ്നാനം കൊണ്ട്? അപ്പോൾ എന്ന് പറയുന്ന പോലെ കേവലം ഈ ഗ്രന്ഥം മാത്രം വായിച്ചു പോയി അതിൻ്റെ തത്വം മനസ്സിലാക്കാതിരിക്കുകയും ഭഗവാനെ ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്താൽ ഇതുകൊണ്ട് ഗുണമില്ല. ഗുണേരണം, ഈശ്വരൻ്റെ ഗുണങ്ങളിൽ നമ്മൾ താതാത്മ്യം പ്രാപിക്കുക.
പിന്നെ മദ്വജോഖ്യാതം, ആ ഭഗവാന്റെ കഥകളെയും ചരിത്രത്തെയും കുറിച്ച് ആഖ്യാനം ചെയ്യുക, പറയുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, അറിഞ്ഞവൻ അറിവില്ലാത്തവന് വിദ്യ പകർന്നു കൊടുക്കണം. നമുക്കൊരു കാര്യം, നമ്മൾ പക്ഷികളെ പോലും ചിന്തിക്കുക, കാക്കയായിക്കോട്ടെ, മറ്റ് പക്ഷി മൃഗജാലങ്ങളായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം കിട്ടിയാൽ അതെല്ലാവർക്കും കൊടുക്കും. മനുഷ്യന് മാത്രമാണ് സ്വാർത്ഥത. അപ്പോൾ ഇവിടെ നല്ല അറിവുകൾ കിട്ടിയാൽ ആ അറിവുകൾ കഥ വ്യാഖ്യാനിക്കുക എല്ലാവരെയും കൊണ്ട് കഴിയില്ല. ഈശ്വരൻ ബുദ്ധി കൊടുത്താൽ മാത്രമേ ഭഗവാനെക്കുറിച്ച് പറയാൻ കഴിയൂ. ഈ ഒരു ജന്മത്തിൽ നമുക്ക് കലയും രാഷ്ട്രീയവും ഇതെല്ലാം പറയാം, പക്ഷേ ഈശ്വരനെക്കുറിച്ച് പറയണമെങ്കിൽ ഈശ്വരാനുഗ്രഹം ദൈവവംസാം അദ്വൈത വാസന. ഈ ജന്മത്തിൽ ഒരു മനുഷ്യന് ദൈവത്തിനോട് വാസന വരണമെങ്കിൽ അവൻ പൂർവ്വജന്മത്ത് പുണ്യം ചെയ്തവനായിരിക്കണം. നമുക്ക് വാസന മണ്ണിനോടും പെണ്ണിനോടും പണത്തോടും പദവിയോടും ഒക്കെയാണ്. പക്ഷെ ദൈവത്തോട് വാസന വരണമെങ്കിൽ അവൻ പൂർവ്വജന്മത്ത് ഗുണം ചെയ്തവനായിരിക്കണം. അപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്നത് എന്താണ്? കഥാവ്യാഖ്യാനം, ഭഗവാനെക്കുറിച്ച് പറയുക. ആ ഭഗവത് ചിന്തകൾ നമ്മളുടെ മനസ്സിലും തലയിലും വാക്കുകളിലും വരണമെങ്കിൽ അസാധ്യമായ ഈശ്വരാധീനം നമുക്കുണ്ടായിരിക്കണം. പിന്നെന്താണ്? കലാജാത്യ ആചാര്യോപാസന. എൻ്റെ കലയിൽ ജനിച്ചവരെ ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടു വന്നായിരിക്കത്തില്ല ചിലപ്പോൾ. ഇന്ന് ഒരുപാട് പേരിലൂടെയാണ് ഇവിടെ ധർമ്മം പുലരുന്നത്. ശ്രീരാമനായി വന്നു, രാമനായി വന്നു, കൃഷ്ണനായി വന്നു, ഭാർഗവരാമനായി വന്നു, നരസിംഹമായി വന്നു, കൽക്കിയായി വന്നു, ശ്രീരാമകൃഷ്ണനായി വന്നു, സ്വാമി വിവേകാനന്ദനായി വന്നു. അങ്ങനെ എൻ്റെ കലാംശന്മാരായി, എൻ്റെ അംശമായി ജനിക്കുന്ന ആചാര്യന്മാരെ ഉപാസിക്കണം. നല്ല ആചാര്യന്മാരെ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കാവ്യവസ്ത്രവും ധരിച്ച് കമണ്ഡലവും ധരിച്ച് കുടുമയും കെട്ടി നടക്കുന്നൊന്നുമല്ല ആചാര്യൻ. സ്വയം ആചരതേ ഇതി ആചാര്യഃ. എല്ലാ ധർമ്മങ്ങളെയും സ്വന്തം ജീവിതത്തിൽ പകർത്തി ആചരിക്കുന്നവനാണ് ആചാര്യൻ. അല്ലാതെ പേരിൻ്റെ കൂടെ ആചാര്യൻ എന്ന് വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള എൻ്റെ കലാംശജാതന്മാരായ ആചാര്യന്മാരെ ഉപാസിക്കുമ്പോൾ എന്താണ് അവർ പറഞ്ഞു തരും? എനിക്കിതൊക്കെ പറയാൻ സാധിക്കുന്നത് എൻ്റെ ആചാര്യന്മാരെ എല്ലാം ഉപാസിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഗുരുപരമ്പരകളെയൊക്കെ ഉപാസിച്ചതിലൂടെയാണ് മഹത്തരമായി പലരും ഈ കാര്യങ്ങളെക്കുറിച്ച് ആ ആചാര്യന്മാരിൽ നിന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അഞ്ചാമത്തേതാണ്. പിന്നെ എന്താ? പുണ്യശീലത്വം. പുണ്യമായ ശീലങ്ങൾ വേണം. പ്രഭാതത്തിൽ മുമ്പ് ഉണരുക. അതായത് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയും. ഈശ്വര സാധനയ്ക്ക് ഏറ്റവും നല്ലത് 3:45 മണി നേരം കഴിഞ്ഞിട്ടുള്ള സൂര്യോദയത്തിന് മുമ്പുള്ള സമയത്തെ ആണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുക, കൃത്യമായിരിക്കുന്ന ദേഹ ശൗചാദികൾ ചെയ്യുക, ധാർമ്മികമായിരിക്കുന്ന ദിനചര്യകൾ പാലിക്കുക, വേദ ഉപനിഷത്ത് പുരാണങ്ങളെക്കുറിച്ച് പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പുണ്യചരിതങ്ങൾ പറയുക, കേൾക്കുക, പുണ്യാത്മാക്കളെ വന്ദിക്കുക തുടങ്ങിയിട്ടുള്ള പുണ്യശീലത്വം. യമനിയമാദികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള ചില വ്യവസ്ഥകളാണ്. അത് 6. മന്ത്രോപാസകത്വം 7. ഏതെങ്കിലും ഒരു മന്ത്രം, കൃത്യമായി ഒരു മന്ത്രം രാമാന്ന് ജപിക്കാൻ രാമമന്ത്രത്തെക്കാൾ ഏറെ വലിയ മന്ത്രമുണ്ട്. ഓം നമോ നാരായണായ, ഓം നമഃശിവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഇതൊക്കെ ജപിക്കാം. ഇതൊക്കെ ഉപരി രാമനെ ജപിക്കാം. എന്തെങ്കിലും ഒരു മന്ത്രം. ഉപാസന എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയങ്ങളിൽ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം കൃത്യമായ സമയങ്ങളിൽ ഒരു മന്ത്രം തന്നെ നിരന്തരം ഉപാസിക്കുക, സാധന ചെയ്യുന്നതിനാണ് ഉപാസന. 8. മന്ത്രോപാസകത്വം. അതുപോലെ തന്നെ അടുത്തത് ഭഗവാന്റെ സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സകല ഭൂതങ്ങളിലും ഈശ്വരനെ കാണാൻ സാധിക്കണം. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശം. നിൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ആ ഒരു ഈശ്വരനെ സർവചരാചരങ്ങളിലും കാണാൻ സാധിക്കണം. ഭക്തന്മാരിൽ എൻ്റെ ഭക്തന്മാരോട് ആസ്തിക്യമുണ്ടാകണം. സകലവിധ ബാഹ്യാർത്ഥങ്ങളിൽ നിന്നും, സർവബാഹ്യാർത്ഥങ്ങളിൽ പലരും വേദാന്തവും ആത്മീയതയൊക്കെ പറയും. പക്ഷേ അവർക്ക് പിന്നെയും പണവും പദവിയും ഭൗതിക സുഖങ്ങളും വർദ്ധിപ്പിക്കാനാണ് ആഗ്രഹം.
അങ്ങനെയുള്ളവന്മാർ പ്രാകൃതന്മാരാണെന്നാണ് പറയുന്നത്. സർവബാഹ്യാർത്ഥങ്ങളിൽ നിന്നും വിഷയസുഖങ്ങളിലും ബാഹ്യമായി നിന്ന് വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി ഉണ്ടാകുകയും എപ്പോഴും ഈ ലോകത്ത് ഉള്ള മുഴുവൻ ചരാചരങ്ങളിലും ഞാനുണ്ട് എന്ന് വിചാരിച്ച് ചിത്തശുദ്ധിയോടുകൂടി ഭജിക്കുന്നതാണ്. അങ്ങനെ 9 തത്വങ്ങൾ ശബരി മാതാവിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുത്ത് അനുഗ്രഹിച്ചപ്പോൾ, അപ്പോൾ നമുക്ക് പണമില്ലാത്തതോ വീടില്ലാത്തതോ സ്വത്തില്ലാത്തതോ ഒന്നുമല്ല നമ്മുടെ ദുഃഖം. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആത്യന്തികമായ ദുഃഖം അറിവില്ലായ്മയാണ്. ആ അറിവ്, ഈശ്വരനെക്കുറിച്ചിട്ടുള്ള അവബോധം ഈശ്വരാനുഗ്രഹം കൊണ്ടും സദ്ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടും നമ്മളിലുണ്ടായാൽ ജീവിതത്തിൻ്റെ ധന്യതയാണ് എന്നാണ് ഈ ശബരി മാതാവിൻ്റെ കഥയിലൂടെ രാമായണം നമ്മെ പഠിപ്പിച്ചു തരുന്നത്.